ഹലോ ഓൾ, നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസമാണ് നമ്മുടെ നോമ്പിൻ്റെ. അപ്പോൾ സീറോ മലബാർ സഭയിലുള്ളവരൊക്കെ ആഷ് മൺഡേ ആയിട്ടാണ് ഇന്നാണ് നമുക്ക് നോമ്പ് തുടങ്ങുന്നത്. ഈസ്റ്ററിനൊരുക്കായിട്ടുള്ള വലിയ നോമ്പ്. അതുപോലെ ലാറ്റിൻ അല്ലെങ്കിൽ പല പ്ലേസസിലും ബാക്കി കമ്മ്യൂണിറ്റീസിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ആഷ് വെനസ്ഡേ ആണ്, ഈ വരുന്ന ബുധനാഴ്ച. എന്തൊക്കെ തന്നെയായാലും വലിയൊരു നോമ്പ് എന്ന് പറയുമ്പോൾ 50 ദിവസം അത്യാവശ്യം വലിയ നമ്പർ ഓഫ് ദിവസങ്ങൾ തന്നെയാണ്. ക്രിസ്മസ് ഒക്കെ 25 ദിവസം പെട്ടെന്ന് പോവും. പക്ഷേ അതുപോലെയല്ല, 50 ദിവസം നമുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്ന് 50 ദിവസമോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, ഇറച്ചി മീൻ മുട്ട അത് പോട്ടെ, ഭക്ഷണത്തിന് അതിന് പിറ്റേന്ന് നമുക്ക് ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അല്ലെങ്കിൽ സിനിമകൾ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, നമ്മൾ നല്ലൊരു പൊട്ടും ഒരു കൺമഷയും ഒന്ന് മുടി വെക്കുന്ന സ്റ്റൈലായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്ക് മാത്രം, വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ ഫാമിലി ഒക്കെ എല്ലാം അതിന് ശേഷമുള്ളൂ. ഫസ്റ്റ് കാര്യം ഈശോയ്ക്ക് ഇത്ര സമയം നമ്മൾ കൊടുക്കും. ഈശോ കേൾക്കാൻ നമ്മൾ ഇത്ര സമയം കൊടുക്കും. ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഈശോയോട് സംസാരിക്കുന്ന ആളായിരിക്കും കേട്ടോ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. എങ്കിൽ പോലും 24 hours നമ്മൾ എത്ര സമയം ഈശോയുടെ അടുത്ത് നമുക്ക് സംസാരിക്കുന്നുണ്ട്, നമുക്ക് സ്വർഗമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്താണ്, നമ്മൾ സ്വർഗത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ, ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാറുണ്ടോ? പക്ഷെ അങ്ങനെ ചിന്തിക്കാറുള്ളൊരു സമയമാണ് ഇപ്പം നോമ്പ് കാലം. കാരണം ഈശോയുടെ പീഡാനുഭവം, മരണം, അത് സഹനം, മരണം, എന്നിട്ടാണ് നമ്മൾ സ്ഥാനത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സഹന മരണ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇതുപോലൊരു സഹനം തന്നെയാണ്. ഇത് എത്ര നല്ലതുള്ള ആൾക്കാർക്കായാലും എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഇപ്പോൾ എത്ര വലിയ ബിസിനസ്സുകാരായിരിക്കാം, മൂവിങ് സ്റ്റാർസ് ആയിരിക്കാം, ആർക്കൊക്കെ ആണെങ്കിലും ഇതിനുള്ളൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത എന്ന് പറയുന്നത് ദൈവം എന്നൊരു എൻറ്റിറ്റി കൊണ്ട് മാത്രമേ അത് ഫുൾഫിൽഡ് ആവുള്ളൂ. ആരൊക്കെ വേറെ വിചാരിച്ചാലും പറ്റില്ല. എത്രയൊക്കെ നമ്മൾ ഈ ലോകത്ത് പടവെട്ടി ജയിച്ച് സക്സസ്ഫുൾ ആണെന്ന് പറയുന്ന ഒരാൾക്ക് പോലും ആ ഒരു ശൂന്യത ഉണ്ടാവും. അപ്പം നമ്മുടെ ഉള്ളിലും ഉണ്ടാവും, നമുക്ക് സ്നേഹിക്കപ്പെടാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, ശുശ്രൂഷിക്കപ്പെടാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, അങ്ങനെ എന്താ പറയുക, നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില പദവികളോടായിരിക്കും, ചില അധികാര സ്ഥാനങ്ങളായിരിക്കും. ഇങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനുള്ളൊരു ത്വര, അതിന് വേണ്ടി ചിലപ്പോൾ സമ്പാദിക്കാൻ വേണ്ടിയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫാമിലി സെക്യൂർ ആവാനായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ, പല പല പ്രയോറിറ്റീസ്. പക്ഷെ ഇതിലൊക്കെ ഇപ്പം അപ്പുറത്തൊരു കാര്യം ആലോചിക്കണം. നമ്മൾ വന്നത് ഒറ്റയ്ക്കാണ്, പോകേണ്ടത് ഒറ്റയ്ക്ക് തന്നെയാണ്. എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും 90 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിട്ട് പോകുള്ളൂ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. ഈ ഒരു ക്രോസ് നമ്മൾ ആഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ, ഇന്ന് രാവിലെ വരച്ചത് 2 പ്രാവശ്യം പോയി, മൂന്നാമത്തെയാണ് ഇതിപ്പോൾ കുത്തിയേക്കുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് കഴുക് പോലും ഒന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേനും അങ്ങ് മാഞ്ഞു പോകാമെന്ന്. അത്രയും ടെമ്പററിയാണ് ഈ ആഷ്. അതുപോലെ തന്നെ ടെമ്പററിയാണ് നമ്മുടെ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനെ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത്രയും പൊടി പോലെ അല്ലെങ്കിൽ മണ്ണ് പോലെ അത്രയും ടെമ്പററിയാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ നമ്മുടെ ഉള്ളൊരു സമയത്ത് നമ്മുടെ എക്സിസ്റ്റൻസ് ആർക്കൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടേക്കുന്നത്, അത് ചെയ്യാനായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് പല പോരായ്മകളുണ്ട്. ഞാൻ ആരാ ഇതൊക്കെ പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളെക്കാളും ഒരു മേന്മയില്ല, മേ ബി നിങ്ങളെക്കാളും കുറേ കുറവുകൾ കൂടുതലുള്ള ആളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. ഈശോയുടെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും, അതിനെ നിർഗളിച്ചുകൊണ്ടിരിക്കും. പല സമയത്ത് നമ്മുടെ വേൾഡ്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ പെട്ടിട്ട് നമ്മളതൊന്നും പുറത്തേക്ക് കടത്തില്ല. പക്ഷേ വേൾഡ്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ പീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശൂന്യത ഈശോയുടെ ഒരു പ്രസൻസ് കൊണ്ട് നമുക്ക് ഫീൽഡ് ആവുമ്പോൾ മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ശൂന്യത ഉള്ളപ്പോൾ നമുക്ക് ഈശോയുടെ ഒരു പ്രസൻസ് കൊണ്ട് ആ സ്നേഹത്തോടെ നിറഞ്ഞില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായാലും നമുക്ക് ആ ഡിപ്രഷനിലോട്ട് പോകും. അപ്പോൾ ഡേ 1 ആൻറ്റി ഡിപ്രസൻറ്റ്. അപ്പോൾ ലെൻഡൊരു ആൻറ്റി ഡിപ്രസൻ്റാണ്, വളരെ നല്ലൊരു ആൻറ്റി ഡിപ്രസൻ്റാണ്. കാരണം കുറേ ആൾക്കാർ ഡിപ്രഷനിലോട്ട് വഴുതി വീഴുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ എടുക്കുന്നുണ്ടായിരിക്കില്ല. കുറേ പേര് ഒരു ധ്യാനം കൂടണം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കിട്ടണം, അല്ലെങ്കിൽ ഒരു കുമ്പസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അതായത് ആരെങ്കിലും കേൾക്കാനുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ആരും പുറത്ത് കാണിക്കുന്നുണ്ടാകുന്നില്ല. ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്താ പറയുക, കരഞ്ഞുകൊണ്ടിരിക്കും, പുറത്ത് ചിരിക്കുകയും ഉള്ളിൽ കരയുകയും ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് അറിയ പോലും ഇല്ല ആരൊക്കെയാണ് അങ്ങനെ സഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് നോമ്പ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡിപ്രഷനാണ്. കാരണം ആൻറ്റി ഡിപ്രസൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ട്, നമ്മളെ കേൾക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മുടെ കാര്യം മാത്രം ഫസ്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ഡിപ്രഷൻ വരുന്നത്? അതാണ് നമ്മുടെ തമ്പുരാൻ. പല സമയത്ത് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക്
തമ്പുരാനൊക്കെ നമ്മളോട് ഇഷ്ടമൊക്കെയുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ച് തമ്പുരാനോട് അത്ര ഇഷ്ടമൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഉണ്ടെങ്കിൽ പോലും നമുക്ക് പേടിയാണ്. കൂടുതൽ തമ്പുരാൻ്റെ അടുത്താൽ കൂടുതൽ നമുക്ക് സാധനം കിട്ടുമോ, അല്ലെങ്കിൽ തമ്പുരാൻ്റെ അടുത്ത് കൂടുതൽ സ്നേഹിച്ചാൽ ശരിയാവില്ല, നമ്മൾ വേൾഡിലൊക്കെ കുറേ കാര്യങ്ങൾക്ക് അത് തടസ്സം വരിക, അങ്ങനെ പല പല ചിന്തകളാണ് നമുക്കുള്ളത്. പക്ഷെ തമ്പുരാൻ പറയുന്നത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ. അപ്പം അങ്ങനെ ചോയ്സണായിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തമ്പുരാൻ നമുക്ക് നിക്ഷേപിച്ച് നമുക്ക് ഒരാൾക്കെങ്കിലും കൊടുക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഈ ലെൻഡ് ആൻറ്റി ഡിപ്രസൻ്റ് ആവുന്ന പോലെ തന്നെ നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ ഒരു നിമിത്തമാവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളായിരിക്കുന്ന നമ്മുടെ ജോലി മേഖലകളിലും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ജഡ്ജ്മെൻറ്റിലല്ലാതെ പ്യുവറായിട്ട് ലിസൺ ചെയ്യാൻ, തമ്പുരാൻ തോന്നിക്കുന്നതനുസരിച്ച്, ഹോളി സ്പിരിറ്റ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകരാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. അതിന് ലഞ്ച് ഡേ 1 തൊട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇനി അടുത്ത ദിവസത്തെ വീഡിയോ നമുക്ക് കാണുന്നവരെ ഈ ഒരു ലെൻഡിൻ്റെ ചൈതന്യം ഒരിക്കലും ഒട്ടും കുറഞ്ഞു പോകാതെ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ ആരംഭശൂരത്തായിരിക്കില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ഡയറ്റ് തുടങ്ങിയാലും ഒരു വർക്കൗട്ട് തുടങ്ങിയാലൊക്കെ അങ്ങനെ തന്നെ. ആദ്യത്തെ നമ്മളൊരു ആരംഭശൂരത്തിൽ നമ്മൾ തുടങ്ങും. അപ്പോൾ കുറച്ച് ക്ഷീണവും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. ഒരു 5-6 ദിവസം കഴിഞ്ഞ് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും വയ്യാണ്ടായി, എനിക്ക് പറ്റുന്നൊന്നുമില്ല. പക്ഷെ ആ സ്ഥലത്ത് ആ വെല്ലുവിളി ഏറ്റെടുത്ത് വീണ്ടും ഒരു കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സ്റ്റോപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ, വിഷയങ്ങൾ കൂടുതൽ എടുക്കണോ, വിഷയം എടുക്കാനും ഒരു അനുഭവമാക്കണോ? സ്റ്റേ വിത്ത് മീ. ജസ്റ്റ് താങ്ക് യു.